ഹായ് കൂട്ടുകാരെ, PSC എക്സാം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആതിര. ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243 നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി. ഭാസ്കരൻ. നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി. ഭാസ്കരൻ. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ പരാതികളിൽ വേഗം നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സി-വിജിൽ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ പരാതികളിൽ വേഗം നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സി-വിജിൽ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയ ആദ്യ മലയാളി TN ശേഷൻ. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേര് നിർവാചൻ സദൻ. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോൾ? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോൾ? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയ ആദ്യ മലയാളി TN ശേഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയ ആദ്യ മലയാളി TN ശേഷൻ. രമൺ മാഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ. രമൺ മാഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ. TN ശേഷന്റെ കൃതികൾ: ദ ഡീജനറേഷൻ ഓഫ് ഇന്ത്യ, എ ഹേർട്ട്ഫുൾ ഓഫ് ബർഡൻ. TN ശേഷന്റെ കൃതികൾ: ദ ഡീജനറേഷൻ ഓഫ് ഇന്ത്യ, എ ഹേർട്ട്ഫുൾ ഓഫ് ബർഡൻ. ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആര്? ഇലക്ടറൽ
രജിസ്ട്രേഷൻ ഓഫീസർ. ലോക്സഭ, നിയമസഭ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആര്? ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. പ്രിസൈഡിംഗ് ഓഫീസർ. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. പ്രിസൈഡിംഗ് ഓഫീസർ. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയ ഏക വനിത VS രമാദേവി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയ ഏക വനിത VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് VS രമാദേവി. ഇന്ത്യയിൽ നോട്ട നടപ്പിലാക്കുവാൻ പൊതുതാൽപര്യ ഹർജി നൽകിയ സംഘടന PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ഇന്ത്യയിൽ നോട്ട നടപ്പിലാക്കുവാൻ പൊതുതാൽപര്യ ഹർജി നൽകിയ സംഘടന PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. PUCL സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായൺ. PUCL സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായൺ. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരം. ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരം. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ചിനി താലൂക്ക്, ഹിമാചൽ പ്രദേശ്. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ചിനി താലൂക്ക്, ഹിമാചൽ പ്രദേശ്. തിരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന രാഷ്ട്രതന്ത്ര ശാഖ സെഫോളജി. തിരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന രാഷ്ട്രതന്ത്ര ശാഖ സെഫോളജി. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയ് റോയ്. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയ് റോയ്. ഇന്ത്യയിൽ ജനുവരി 25 സമ്മതിദായക ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം 2011. ഇന്ത്യയിൽ ജനുവരി 25 സമ്മതിദായക ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം 2011. തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും ഏത് ഉദ്യോഗസ്ഥന്റെ മുൻപിലാണ്? റിട്ടേണിംഗ് ഓഫീസർ. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും ഏത് ഉദ്യോഗസ്ഥന്റെ മുമ്പിലാണ്? റിട്ടേണിംഗ് ഓഫീസർ. നോട്ട നിലവിൽ വന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നോട്ട നിലവിൽ വന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നോട്ട നടപ്പിലാക്കിയ 15ാമത്തെ രാജ്യം നേപ്പാൾ. നോട്ട നടപ്പിലാക്കിയ 15ാമത്തെ രാജ്യം നേപ്പാൾ. നോട്ടയുടെ ചിഹ്നം നിലവിൽ വന്നത് 2015 സെപ്റ്റംബർ 18. നോട്ടയുടെ ചിഹ്നം നിലവിൽ വന്നത് 2015 സെപ്റ്റംബർ 18. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇലക്ഷൻ കമ്മീഷന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി അമിതാഭ് പാണ്ഡെ. ഇലക്ഷൻ കമ്മീഷന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി അമിതാഭ് പാണ്ഡെ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്നവരുടെ പരമാവധി എണ്ണം
1400. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്നവരുടെ പരമാവധി എണ്ണം 1400. സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ സ്ഥാനവും വേതനവുമാണ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കുള്ളത്. സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ സ്ഥാനവും വേതനവുമാണ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കുള്ളത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 2019 ഒക്ടോബർ 22 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 കേന്ദ്ര നിയമ മന്ത്രാലയം വരുത്തിയ പ്രധാന ഭേദഗതി നിർദ്ദേശം ഭിന്നശേഷി ഉള്ളവർക്കും 80 വയസ്സിനു മേലെ പ്രായമുള്ളവർക്കും പോസ്റ്റൽ ബാലറ്റ് സൗകര്യം. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യൻ പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ CAG യെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 148. CAG യെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 148. CAG എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും കൈക്കൊണ്ടു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നും സുഹൃത്തും വഴികാട്ടി എന്നും അറിയപ്പെടുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നും സുഹൃത്തും വഴികാട്ടി എന്നും അറിയപ്പെടുന്നത് CAG ആണ്. CAG യുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. CAG യുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. CAG യെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പ്രഥമ CAG നരഹരി റാവു. നിലവിലെ CAG ഗിരീഷ് ചന്ദ്ര മുർമു. CAGക്ക് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ്. CAGക്ക് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. CAG നിയമിക്കുന്നതും CAG രാജിക്കത്ത് സമർപ്പിക്കുന്നതും പിരിച്ചുവിടുന്നതും സത്യപ്രതിജ്ഞ നിറവേറ്റുന്നതും രാഷ്ട്രപതിയാണ്. CAG നിയമിക്കുന്നതും CAG രാജിക്കത്ത് സമർപ്പിക്കുന്നതും പിരിച്ചുവിടുന്നതും സത്യപ്രതിജ്ഞ നിറവേറ്റുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുൻ CAGയും കേരള ഗവർണറും ആയിട്ടുള്ള വ്യക്തി TN ചതുർവേദി. ഇന്ത്യയുടെ മുൻ CAGയും കേരള ഗവർണറും ആയിട്ടുള്ള വ്യക്തി ആര്? TN ചതുർവേദി. CAGയുടെ അധികാരങ്ങളെയും ചുമതലകളെയും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 149. CAGയുടെ അധികാരങ്ങളെയും ചുമതലകളെയും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 149. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കുന്ന അതേ നടപടികളിലൂടെ പുറത്താക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ CAG. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കുന്ന അതേ നടപടിക്രമത്തിലൂടെ പുറത്താക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ. CAG പദവിയിൽ നിന്ന് പിരിഞ്ഞു പോയ ശേഷം ഒരു വ്യക്തിക്ക് യാതൊരുവിധ ഭരണഘടനാ സ്ഥാനങ്ങളും വഹിക്കാൻ ഭരണഘടന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. CAG പദവിയിൽ നിന്നും പിരിഞ്ഞു പോയ ശേഷം ഒരു വ്യക്തിക്ക് യാതൊരുവിധ ഭരണഘടനാ സ്ഥാനങ്ങളും വഹിക്കാൻ ഭരണഘടന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു.